ആ ആയത്തിന്റെ പരിധിയിൽ എല്ലാ ഇസ്തിംതാഴും വരും, എല്ലാ ഇസ്തിആനത്തും വരും, ശിർക്കായ ഇസ്തിംതാഴും വരും, വസീലയായ ഇസ്തിംതാഴും വരും, ശിർക്കായ ഇസ്തിആനത്തും വരും, വസീലയായ ഇസ്തിആനത്തും വരും, എല്ലാ തരം ഇസ്തിംതാഴും അതിൽ പെട്ടു. ആ ചോദ്യത്തിന് 100% മറുപടിയാണ്. അതിനു മാത്രമല്ല മറ്റ് 2 കാര്യങ്ങൾക്കും KJUവിന്റെ സർക്കുലറിനും അതേപോലെ 3 കാര്യങ്ങൾക്കുള്ള ഒറ്റമൂലി എന്ന് പറഞ്ഞത് ആ ബോധ്യം കൊണ്ട് തന്നെയാണ്. അതിപ്പോഴും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ആ ആയത്ത് ഒറ്റമൂലി തന്നെയാണ്. അതിപ്പോ സലഫിക്കും ബോധ്യമായല്ലോ. അതുകൊണ്ട് ഏതൊക്കെ ചാരന്മാരെ കൂട്ടിപ്പിടിച്ചിട്ടും കാര്യമില്ല. മൂപ്പരെന്നെ പറഞ്ഞു ചാരന്മാർ ഞാനെ തിരിയാൻ നിൽക്കുന്നുള്ളൂ. അതേ, ഒന്നിപ്പോ തിരിഞ്ഞു, ബാക്കി പിന്നെ തിരിയും, അങ്ങനെ കുറെ തിരിയാനിരിക്കുന്നു. ആവട്ടെ, അതൊന്നുമല്ല വിഷയം. കരുവള്ളിയും മഹദിയും അതിനപ്പുറത്ത് ഒന്നടങ്കം പറഞ്ഞു. ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. ഫൽ ഉലമാ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജിഹി. ഈ അഭിപ്രായത്തിൽ ഇത്തിഫാഖുണ്ട് ആലിമീങ്ങൾക്കിടയിൽ. എന്തേ ആ ആലിമീങ്ങളെ കൂട്ടത്തില് എന്തേ അവിടെ പോയി ചർച്ച ചെയ്യാൻ പ്രയാസമുള്ളത്? പാസ്പോർട്ട് 1 അല്ല 2 ഉണ്ടല്ലോ, എന്തേ പോകാൻ ധൈര്യമില്ലാത്തത്? അപ്പൊ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവിടെ എന്തിനെ ചോദിച്ചുവോ അതിന് തന്നെയാണ് ആയത്ത്, തന്നെയാണ് ആയത്ത്, തന്നെയാണ് ആയത്ത്. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ. പാസ്പോർട്ട് 2 അല്ല 5 ഉണ്ട്. എന്റെ പാസ്പോർട്ടിന്റെ പിന്നാലെ കൂടിയതുകൊണ്ടൊന്നും ഫൈസൽ മൗലിയാരെ ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്ത് ശിർക്കാന്ന് തെളിയില്ല. അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും മനസ്സിലാക്കിക്കോ. ഈ തോന്നിയാസങ്ങളും അസംബന്ധങ്ങളും ഒക്കെ ഇഷ്ടം പോലെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ തൽക്കാലം അവിടെ കൂട്ടിക്കഴിച്ച് വെക്കാം. അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് കേസ് കൊടുപ്പിക്കുന്നതും ഹൈക്കോടതിയിലും വിജിലൻസിലും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആ വഴിക്ക് നടക്കട്ടെ. 2 അല്ല 5 ഉണ്ട്. ഓരോന്നും ഒന്നിന്റെ കാലം കഴിയുമ്പോൾ പുതുക്കിയതാണ്. അത് തെളിയിക്കേണ്ട ആളുകളുടെ മുമ്പിൽ തെളിയിക്കും. മനസ്സിലായോ? ഇത് എണ്ണം 2 എന്ന് കേൾക്കുമ്പോഴത്തേന് കാള പറ്റൂ എന്ന് പറയുമ്പോ കയറെടുത്ത് ചാടണ്ട. അതാണ് ഇപ്പൊ മഹദിന്റെ പറ്റിയത്. കേട്ടത് തിരക്കടില്ല എന്നല്ല, ഫൈസൽ മൗലിയാരെ അടുത്തുനിന്നൊക്കെ ഒരു വാചകം കേട്ട് പഠിക്കേണ്ട ഗതികേട് അബ്ദുറഹ്മാൻ സലഫിക്ക് ഈ കാലം വരണ്ടായിട്ടില്ല. ആ പൂതി വിചാരിച്ച് നടക്കും ചെയ്യണ്ട. ലമീറും ഹു ഹും ഹാ എന്നൊക്കെ വേണ്ട വിധത്തിൽ ഞാൻ പഠിപ്പിച്ചു തരും. അതിനാണ് ഇത് കഴിഞ്ഞെങ്കിലല്ലേ ബാക്കിയുള്ളതിന് ഫൈസലിനെ കിട്ടുള്ളൂ, സക്കരിയാനെ കിട്ടുള്ളൂ. ഓരോരുത്തരും മൂക്കാറിട്ട് പിടിച്ചു കൊണ്ടുവരും. മനസ്സിലാക്കിക്കോ. അതിനാണ് ഇത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇപ്പൊ വന്ന ഇതിന് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് പോരാ. നിങ്ങളെ ഓരോരുത്തരും പിടിക്കാനിരിക്കുകയാണ്. ആ പൂതി മനസ്സിൽ വെക്കണ്ട. പിന്നെ ബിന്ന് പറയലൊക്കെ പാപ്പ ശരിയില്ലാത്തല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നാ പറയല്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? ഇനി നിങ്ങളെ കൂട്ടത്തിലും ചിലർ അങ്ങനെ പേരിട്ടിട്ടില്ല. ഒരു ഹാരിസ് ബിൻ സലീം, എന്തേ ഓന്റെ പാപ്പ ശരിയല്ല ചേട്ടാ. അപ്പൊ അതൊന്നും എന്നോട് പറയിപ്പിക്കണ്ട. എന്റെ പേര് എങ്ങനെയെന്നുള്ളത് ഞാനും ഫൈസലിന്റെ മുമ്പില് എങ്ങനെയാണോ ഈ ജാതി കള്ളത്തരം പറഞ്ഞ് എനിക്കറിയാം. ഒരു സുബൈറല്ല ഈ കേസിന്റെ പിന്നിൽ. നിങ്ങളെ പോലത്തെ ഈ ജാതി ആളുകൾ ഗൂഢാലോചന നടത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓരോരുത്തരും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ നോക്കാം. ഇന്നത്തെ ഈ 4.5 മണിക്കൂറിൽ അതെല്ലാം കൂടി വെച്ച് കാച്ചാൻ നോക്കണ്ട. എന്റെ 1ാമത്തെ ചോദ്യം ഇതാ. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അപ്പൊ ആ ചോദ്യത്തിന് തെളിവായിട്ടാണ് ഈ ആയത്ത് ഓതിയത്. എന്റെ 2ാമത്തെ ചോദ്യം, ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു ശിർക്കാണ് എന്നതിന് ഫൈസൽ മുസ്ലിയാർ അവിടെ ഓതിയ ആയത്തിന് നാസിർ സുല്ലമിയുടെ ചോദ്യം, ഏത് സഹാബിയാണ് വസീലത്തു ശിർക്കാണ് ജിന്നിനോടുള്ള സഹായ തേട്ടം എന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്? നബിയുടെ കൂടെ ജീവിച്ച വല്ല സഹാബിയും അങ്ങനെ വസീലത്തു ശിർക്കാണ് ജിന്നിനോടുള്ള സഹായ തേട്ടം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? തെളിവുദ്ധരിക്കാമോ എന്ന ചോദ്യത്തിന് ഇബ്നു അബ്ബാസിനെ നിങ്ങൾ എടുത്തു പറഞ്ഞു. താങ്കൾക്ക് ബാധ്യതയുണ്ട്. ഇബ്നു അബ്ബാസ് ജിന്നിനോടുള്ള സഹായ തേട്ടം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വസീലത്തു ശിർക്കാണെന്ന് പറഞ്ഞത് തെളിയിക്കാൻ അത് തെളിയിക്കണം. 1ാമത്തെ മറുപടി 100% അംഗീകരിച്ചു. അൽഹംദുലില്ലാഹ്. അതേതായാലും നല്ല കാര്യം. ഇനിയിപ്പോ 2ാമത്തെ അത് ഇതേപോലെ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ ചോദിക്കുമ്പോഴും ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. 2ാമത്തെ ചോദ്യം എന്താ? ഇബ്നു അബ്ബാസിന്റെ പേര് ഉദ്ധരിച്ചത് മൂപ്പര് ഏത് സ്വഹാബിയുടെ പേര് പറയാൻ പറ്റുമോ? ഏത് സ്വഹാബിയാ പറഞ്ഞത് എന്ന് ചോദിച്ചതിനാണോ? ആണെങ്കിൽ എങ്ങനെയത്? ആ ചോദ്യത്തിന് ആ ഉത്തരം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞു ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു എന്ന്. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് എത്ര പ്രാവശ്യമായി ഞാൻ ചോദിക്കുന്നു, ഇതുവരെയും നിങ്ങൾ എന്തേ നേരത്തെ വായിച്ച പേപ്പറിന്റെ ബാക്കി വായിക്കാത്തത്?
വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസിന്റെ വാചകമായി ഏതെങ്കിലും തഫ്സീറിൽ നിന്ന് ഞാൻ വായിച്ചിട്ടില്ല. നേരെ മറിച്ച് നാസസുല്ലമിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മൂപ്പർക്ക് എന്ത് ഖുർത്തുബി പറഞ്ഞത്. അപ്പൊ മൂപ്പർക്ക് ബേജ എന്റെ ശിഷ്യരാണ്. അത് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ശിഷ്യാന്നുള്ളത്. ആ നാസസുല്ലമിക്ക് അത് തിരിഞ്ഞില്ല. അപ്പൊ തലക്കാഞ്ഞ് തിരിക്കാൻ നോക്കുക, നടക്കൂല. അതുകൊണ്ട് ഇബ്നു അബ്ബാസിന്റെ പേര് ഞാൻ അവിടെ ഉദ്ധരിച്ചപ്പോൾ ആ ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട്. അതില്ലേ എവിടെയുള്ളത് ചോദിച്ചോളി, ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാ. അതുകൊണ്ട് ആ ശൈലി പറ്റൂല. രണ്ടാമത്തെ ചോദ്യത്തിനും പറഞ്ഞു. ഏതായാലും ബിന്നു കുട്ടികളൊക്കെ സംശയം ഉണ്ട് എന്നല്ല പറഞ്ഞത്. പക്ഷെ നുത്ഫ എങ്ങണ്ട് പറഞ്ഞപ്പോഴാണ് എല്ലാരും നുത്ഫീനാണല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പാസ്പോർട്ട് 5 ഉണ്ട് എന്നാ സലഫി. 1 കാലാവധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പാസ്പോർട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ എക്സ്പയർ ആയി, പിന്നെ എണ്ണം കൂട്ടാൻ പറ്റും. എന്താ ഇതൊക്കെ സലഫി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്ത് പറ്റി സലഫിക്ക്? എക്സ്പയർ ആയ പിന്നെ ആ പാസ്പോർട്ട് അല്ലെ എണ്ണം പിടിക്കോ? നേരെ മറിച്ച് 2 പേരിലുണ്ടോ അതാ പ്രശ്നം. 1 നിങ്ങൾ ഇലക്ട്രീഷ്യനായി എനിക്കറിയാം, പക്ഷെ മറ്റിലെന്താ അതാ പിടുത്തം കിട്ടേണ്ടത്. ഞാൻ 5 അഡ്രസ്സിലാണോ അത് പുതിയ തെളിവാണ്. അത് ശുക്കൂറിന് കൊടുത്താൽ മതി. ഓനാ പണ്ട് പറഞ്ഞത് 2 ഉണ്ട് എന്നുള്ളത്. ശുക്കൂറിന് അറിയില്ല എന്റെ ഉസ്താദ് 3 വേറെ ഒപ്പിച്ചെന്നുള്ളത്. അത് ശുക്കൂറിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതൊന്ന് പറയിപ്പിക്കണം സലഫി. അത് നമ്മൾ തമ്മിൽ പറയേണ്ടതല്ലോ. ആ ശൈലല്ലോ വേണ്ടത്. അവിടെ ഏതെല്ലാം കോലത്തിലുണ്ട്. സിൻഡിക്കേറ്റ് കയറി എങ്ങനെ എല്ലാ മുജാഹിദീനും തലയെണ്ണിയിട്ട് പ്രാതിനിധ്യം പറഞ്ഞ് കയറിയിട്ട് അവസാനം അവനാന്റെ കാഴ്ചയല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കിയത്. അല്ലാതെ നിങ്ങൾ കയറി ആർക്കാ പ്രശ്നമുള്ളത്? നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ നല്ല നിലക്കാണെങ്കിൽ. പക്ഷേ അതല്ലല്ലോ രീതി. അപ്പൊ ഏതായിരുന്നാലും രണ്ടാമത്തെ ചോദ്യവും പറഞ്ഞു. ഇബ്നു അബ്ബാസിന്റെ പേര് അവിടെ ഉദ്ധരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിക്കാൻ തയ്യാറാണ്, തെളിയിക്കാൻ തയ്യാറാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വായിച്ചത് ഇല്ലെങ്കിൽ, അത് കളവാണെങ്കിൽ, അത് കിതാബിലില്ലെങ്കിൽ, അത് തഫ്സീറില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഏത് തഫ്സീറാണോ ഞാൻ വായിച്ചത് ആ തഫ്സീർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാത്ത തഫ്സീറും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഒന്നിന് പിറകെ ഒന്നായി കാണിക്കാം. അത് ഞാൻ തെളിയിക്കാം. ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറയാത്തത് നിങ്ങൾ വെച്ച് കിട്ടേ ശരിയാവില്ല. പക്ഷെ വിചിന്തനം ദുർവ്യാഖ്യാനിച്ചു. ശിർക്കല്ല, വസിയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഫൈസൽ മുസ്ലിയാർ വാദിച്ചു എന്നെഴുതി. അത് ശുദ്ധമായ കളവാണ്. ഒരു തിരുത്ത് അടുത്ത ലക്കത്തിലെങ്കിലും വിജയത്തിന് കൊടുത്താൽ അത്രയും നന്നായി എന്ന കൂട്ടത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഹിയാത്തുറാസ് പറഞ്ഞതുപോലെ അതേപോലെ ലോക സലഫികൾക്ക് ലോക പണ്ഡിതന്മാർക്കാർക്കും തർക്കമില്ലെന്ന് ഹിയാത്തുറാസ് പ്രഖ്യാപിച്ച ആ ആശയം ഫലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിനിടയിൽ അതിൽ തർക്കമില്ല. നേരെ മറിച്ച് ഇലക്ട്രീഷ്യന്മാർക്ക് തർക്കമുണ്ടാകാം, അഹ്ലുൽ ഇൽമിന് ആ വിഷയത്തിൽ തർക്കമില്ല. വൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലിർ റാജിഹി, ഈ റാജിഹായ അഭിപ്രായത്തിൽ ഉലമാക്കൾ ഇത്തിഫാഖാൻ, പണ്ഡിതന്മാർ ഏകോപിച്ചതാണ്. ഏതാ? മിൻഹാ മാ ഹുവ ശിർകുൻ വ മിൻഹാ മാ ഹുവ വസിയത്തുൽ ശിർക്കി, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. ഉലമാക്കൾ ഇത്തിഫാഖാണ്. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിനിടയിൽ ആ വിഷയത്തിൽ തർക്കമില്ല. ഇൽമുള്ള മനുഷ്യന്മാർക്കാർക്കും അറിവുള്ള മനുഷ്യന്മാർക്കാർക്കും അതിൽ തർക്കമില്ല. അതുകൊണ്ട് ആ നിലയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. ആ ഉലമാക്കളൊക്കെ പറഞ്ഞ, ആ തർക്കമില്ലാതെ അംഗീകരിച്ച, എല്ലാവരും അംഗീകരിച്ച അവസാന മഹ്ദിയും മിആ ഫിൽ മിആ വലത് എന്ന് പറഞ്ഞ ആ മഹ്ദി അടക്കം പറഞ്ഞിടത്താണ് ഞങ്ങളുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു ഹർഫ് ഞങ്ങൾ പോയിട്ടില്ല. അതാണ് ഉമർ മൗലവിയുടെ പാരമ്പര്യം, അതാണ് കെ എം മൗലവിയുടെ പാരമ്പര്യം. അല്ലാതെ കളവെഴുതി വിട്ട് വിചിന്തനത്തിൽ കൊടുത്ത് എന്നിട്ട് അത് വെച്ചിട്ട് സംവാദം നടത്തി വിജയിക്കാൻ ഞങ്ങൾ വിചാരിച്ചതല്ലേ. നടക്കൂല സലഫി. നിങ്ങൾ ഇനി എത്ര സംവാദം നടത്തിയാലും ഇതല്ലേ പറയാനുള്ളൂ. ഇതിനപ്പുറമല്ലോ 8 മാസം ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാൻ കഴിഞ്ഞോ ഏതാ ദുർവ്യാഖ്യാനെന്ന്? എവിടെ ഇല്ലാത്ത പറഞ്ഞു എന്ന്, എവിടെ കളവ് പറഞ്ഞുവെന്ന്, എവിടെ ഖുർത്തുബിയുടെ പേര് ഇല്ലാത്ത വായിച്ചു എന്ന് ഇപ്പൊ പറയാൻ കഴിഞ്ഞോ? എന്നിട്ട് പറയാ ആ സംവാദം നടക്കട്ടെ, എല്ലാരും കിട്ടട്ടെ എന്നാ. ഇന്നെ കിട്ടിയിട്ട് ഈ കോലത്തിലുണ്ട്. അപ്പൊ പിന്നെ സക്കറിയ സുലൈയെ കിട്ട എന്തായിരിക്കും അവസ്ഥ? ഒന്നല്ലാത്ത ഞാന് ഇന്നെ കിട്ടിയിട്ട് ഈ കോലത്ത് ഞാൻ പറഞ്ഞ് തളപ്പ് ഒന്ന് മതി പറഞ്ഞത്. അപ്പോ മുസ്ലിയാര് എഴുതി കൊടുത്തയച്ച കത്തില് സെലഫിയെ വ്യക്തിപരമായി താറടിച്ച് കാണിക്കാനാണ് ഈ സംവാദം. ആ പണി മുബര് തുടക്കത്തിൽ കുറേശ്ശെ തുടങ്ങി ഇപ്പൊ ഇതിന്റെ പാരമ്യയിൽ എത്തിയിട്ടുണ്ട്. എന്റെ പാസ്പോർട്ടുമല്ലോ ഇനി എന്റെ വേറെ വല്ല പ്രവർത്തനത്തിന്മേലോ ഞാൻ ഈ നാട്ടിൽ പരസ്യമായി ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ജനകീയ വിചാരണക്ക് ഞാൻ എവിടെയും നിൽക്കാനും ഏത് ചോദ്യം ചോദിച്ചാലും എന്റെ രേഖകൾ വെച്ച് സംസാരിക്കാനും തയ്യാറാ. നേരെ മറിച്ച് ഫൈസൽ മൗലിയാരെ പോലത്തെ ഈ ജാതി ഇടപാടുകളിലേക്ക് ഞാൻ പോയ വിഷയം മാറും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മുസ്ലിയാരും മറുപടി പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞത് മുസ്ലിയാർ ആയത്ത് അതിനാണോ ഓതിയത് എന്നുള്ളത് ഉറപ്പിക്കണം. അത് മൂപ്പര് ഉറപ്പിച്ചു. ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തു ഷിർക്കാണ് എന്നതിനാണ് അവിടെ ആയത്ത് ഓതിയത് എന്ന് മൂപ്പര് പറഞ്ഞു. അൽഹംദുലില്ലാ. ഇവിടെ ഇന്ന് വിഷയാവതരണത്തിലും 2 ഗണ്ണനത്തിലും കടന്ന് കളിക്കായിരുന്നു ഇസ്തിംതാവായിട്ട്. ഇപ്പൊ ചോദ്യം ചെന്നപ്പോ ശരം കണക്കിന് ചെന്നപ്പോ മൂപ്പര് അതിന് തന്നെയാണ് എന്ന് പറഞ്ഞു. അത്രയും നന്ന്. രണ്ടാമത്തെ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ആയത്തോതിയിട്ട് ഒരു മോലിയർക്ക് തോന്നിയത് പണ്ട് അസം മോലിയർ ചെയ്ത പോലെ ഫൈസൽ മോലിയർ ചെയ്താലും അത് മുജാഹിദ് പ്രസ്ഥാനം വിടൂല. ഇബ്നു അബ്ബാസ് ഏത് സ്വഹാബിയാണ്? അതാണ് കൃത്യമായി ചോദിച്ചിരുന്നത്. ഏത് സ്വഹാബിയാണ് ഈ ആയത്തിൽ വസീലത്ത് ഷിർക്കുണ്ട്, ഇസ്തിആനത്ത് വസീലത്തു ഷിർക്കാണ് എന്ന് ഈ ആയത്തിൽ ഉദ്ധരിച്ച് പറഞ്ഞത് ഏത് സ്വഹാബിയാണ് എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് ഇബ്നു അബ്ബാസിനെ പറഞ്ഞത്. നിങ്ങൾ ഇബ്നു അബ്ബാസിന്റെ പേരിൽ കള്ളമാണ് പറഞ്ഞത്. ഇസ്തിആനത്ത് വസീലത്തു ഷിർക്കാണെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. അത് ഉദ്ധരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. ഉദ്ധരിക്കണം മുസ്ലിയാരെ, ഉദ്ധരിക്കണം, ഉദ്ധരിക്കണം. ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തു ഷിർക്കാണെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്വഹാബി പറഞ്ഞു എന്ന ചോദ്യത്തിന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് പറഞ്ഞ ഏതെങ്കിലും വാചകം വായിച്ചാ കഴിച്ചിലാകൂല. ആ പൂതി വേണ്ട. ഇബ്നു അബ്ബാസ് ആയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ആയത്തിനെ പറ്റി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഒരായത്തിൽ തന്നെ ഒന്നിലധികം ഹുക്മുകൾ ഉണ്ടാകും, അതൊക്കെ വ്യാഖ്യാനത്തിലും കാണും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്നതിനാണ് ഇബ്നു അബ്ബാസ് എന്ന സഹാബിയെ നിങ്ങൾ ഉദ്ധരിച്ചത്. അതെ, ഷിർക്കല്ല, വസീലത്ത് ഷിർക്കാണ് എന്നതിന് ഇബ്നു അബ്ബാസ് എന്ന സഹാബിയെ ഉദ്ധരിച്ചത്. അതാണ് വായിക്കേണ്ടത്. അത് അന്നും വായിച്ചിട്ടില്ല, അന്നും കബളിപ്പിച്ചു. ഇന്ന് ഞാൻ ചോദിച്ചു, എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. കബളിപ്പിക്കാൻ പറ്റില്ല, വായിക്കണം ഇബ്നു അബ്ബാസിന്റെ വാചകം. ഏതായാലും മൂന്നാമത് ചാൻസിൽ ഇപ്പൊ ചോദ്യമില്ല. അത് കഴിഞ്ഞു. ഇളക്കം തുടങ്ങി. ഇപ്പൊ തന്നെ അടുത്തിരിക്കുന്ന അനസ് മുസ്ലിയാർക്ക് പരിചയമുണ്ട്. റുഖിയ ഷറയ്ക്ക് പോയിട്ട് ഒന്ന് ഓതി കൊടുക്കുന്നത് നല്ലതാ. ഇപ്പൊ തന്നെ ഇളകുക. ആയിട്ടില്ല സലഫി, ഇനിയുണ്ട് 7 ചാൻസ്. നിങ്ങളുടെ 2 ബാക്കിയും എന്റെ 5 അവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ ഇളകിയ സംഗതി ബുദ്ധിമുട്ടാ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നീ ചോദ്യമില്ല. ഇതെന്താ ഈ ഇബ്നു അബ്ബാസിന്റെ പേര് കളവ്? എന്താ കളവ്? എന്താ കളവ്? അത് പറയ്. ഇബ്നു അബ്ബാസ് വസീയത്തു ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞങ്ങൾ പറയും. അത് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ആ സീഡിങ്ങളുണ്ടോ? നിങ്ങൾ പറഞ്ഞോളി, കേൾപ്പിച്ചോളി, കേൾപ്പിച്ചോളി. 10ന്റെ എക്സ്ട്രാ തരാ, നിങ്ങൾ കേൾപ്പിക്ക്. കോഴിച്ചാൻ സംഭവത്തിൽ എവിടെ ഞാൻ പറഞ്ഞത് ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്കാണ് ഇസ്തിആനത്തും ബിൽ ജിന്നി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എവിടെയാ പറഞ്ഞത്? നീ കോഴിച്ചന വേണ്ട, അതിന് ശേഷം എവിടെങ്കിലും പറഞ്ഞോ? കാണിച്ചാ മതി. പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഞാൻ അവിടെ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് പറയുന്നു ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ ശാശ്വതരാകുന്ന ഗണത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ ആളുകൾ ആര്? അഹ്ലുൽ ഈമാനാണ്, അഹ്ലുൽ തൗഹീദാണ്. അൽ ഉസാത്തു മിൻ അഹ്ലുൽ ഈമാൻ, ഈമാനിന്റെ ആളുകൾ, തൗഹീദിന്റെ വക്താക്കളെയാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ലേ? അതാ ഞാൻ കോഴിച്ചങ്ങ വായിച്ചത്. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞോളി, ഞാൻ കാണിച്ചു തരാം. എന്താ പറഞ്ഞത്? ഈമാനുള്ള ആളുകൾ ശാശ്വതരല്ല, തൗഹീദിന്റെ ആളുകൾ ശാശ്വതരല്ല, അവർ രക്ഷപ്പെട്ടു പോരും. അപ്പൊ ശിർക്ക് ചെയ്തോന് അഹ്ലുൽ തൗഹീദ് അല്ലല്ലോ, ഓന് നരകം നിർബന്ധമാണല്ലോ, സ്വർഗം ഹറാമാണല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇല്ലാ മൻഷാ അല്ലാഹ് എന്ന് പറയുകയും അഹ്ലുൽ ഈമാൻ എന്നും അഹ്ലുൽ തൗഹീദ് എന്നും ഇബ്നു അബ്ബാസ് കൊടുക്കുകയും ചെയ്തു? അതില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് മുൻഗാമികളും പിൽക്കാലക്കാരുമായ പണ്ഡിതന്മാര് പറഞ്ഞത് ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. എല്ലാം ശിർക്കാണെങ്കിൽ പിന്നെ അവിടെ ഇല്ലാ മാഷാ അല്ലാഹ്, ഇല്ലാ മൻഷാ അല്ലാഹ് എന്നും അഹ്ലുൽ ഈമാൻ എന്നും അഹ്ലുൽ തൗഹീദ് എന്നും അൽ ഉസാത്തു മിൻ അഹ്ലുൽ ഈമാൻ എന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തി ഇല്ല. അതാ ഞാൻ അവിടെ പറഞ്ഞത്. അത് കാണിക്കണോ? ഞാൻ കാണിച്ചു തരാം. അല്ലാതെ ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്ക് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് കുറച്ച് ഒച്ച കൂട്ടിയതുകൊണ്ട് ചോദ്യാവുല സലഫ്. നിങ്ങൾ ചോദ്യം ചോദിച്ചോളി, നിങ്ങൾ ചോദിക്കോളൂ. ഒന്നാമത്തെ ചോദിച്ചു, കൃത്യമായി പറഞ്ഞു. രണ്ടാമത്തെ ചോദിച്ചു, കൃത്യമായി പറഞ്ഞു. ഇപ്പൊ മൂപ്പയ്ക്ക് ചോദ്യമില്ല. ഇപ്പൊ ചോദ്യമില്ല. നീ കഴിഞ്ഞോ? നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. 10 നേരത്തെ നിർത്താൻ നമുക്ക് അത്രയേ ഉള്ളൂ. നീ ചോദ്യമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്റെ 5 ചോദ്യം ഞാൻ ചോദിച്ചോളാം. അതും കഴിഞ്ഞ് നമുക്ക് ബാക്കിയതൊപ്പം വിശദീകരണം ഉണ്ട്. ഇടവണ്ണ ടൗണിന് മരിപ്പിന് ശേഷം. അപ്പൊ ബാക്കി ഞങ്ങൾ അവിടെ പറഞ്ഞോളാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 2 ചോദ്യം ചോദിച്ചു, 2ഉം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനപ്പുറത്ത് ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്ക് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്റെ പേര് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞതാണ്. അത് നിങ്ങൾ തെളിയിക്കണം. അതേപോലെ വിചിന്തനത്തിന് ശിർക്കല്ല, വസിയത്തു ശിർക്ക് മാത്രമാണെന്ന് ഫൈസൽ
മുസ്ലിയാർ വാദിച്ചു എന്നെഴുതി. അതും രണ്ടാമത്തെ കള്ളമാണ്. പാസ്പോർട്ട് എണ്ണം കൂടിയാലും ഇല്ലെങ്കിലും അതിന് രക്ഷപ്പെടൂല. ഇപ്പൊ കേസ് കൊടുത്തോലെ തിരിയാ, അതൊക്കെ അതിന്റെ അതിലൊന്ന് നോക്കിക്കോളും. പാസ്പോർട്ട് 2 ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബേജാറില്ല. പക്ഷേ ശിർക്കല്ലാത്ത ശിർക്കാന്ന് പറഞ്ഞാൽ അത് മുജാഹിദിക്ക് ബേജാറുണ്ട് എന്നാ ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ വക ഒച്ചിമ്പാലിട്ടിട്ട് തൽക്കാൻ രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. നിങ്ങൾ 2 ചോദിച്ചു, 2 ഞാൻ പറഞ്ഞു. ഇനി ഇബ്നു അബ്ബാസിന്റെ പേരിൽ, ഖുർത്തുബിയുടെ പേരിൽ അവിടെ ഞാൻ വായിച്ചത് ഇല്ലെങ്കിൽ ആ വായിച്ചത് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ കാണിച്ചു തരാം. അല്ലാതെ ഞാൻ പറയാത്ത ഒന്ന് പറഞ്ഞു എന്ന് വരുത്തിയിട്ട് വേണം മൂപ്പർക്ക് ജയിക്കാൻ. ആ തന്ത്രം ഈ കേസ് മുസ്ലിം നടന്നുകൂടായില്ല. പക്ഷേ ഇവിടെ നടക്കൂല. കാരണം ഈ നുത്ഫ ഹലാലായതാണ്. അതുകൊണ്ട് അവിടെ അത് പറ്റൂല സലഫി. അതുകൊണ്ട് എന്താണോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കോട്ടിമാട്ടല്ലേ. വിചിന്തനം ചെയ്തതുപോലെ ഇവിടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ എന്റെ വാദം കോട്ടിമാട്ടുക. ജിന്നിനെ വിളിച്ച് തേടിയാലും പ്രാർത്ഥിച്ചാലും ശിർക്കല്ല എന്ന് വരെ ഞങ്ങൾക്കൊക്കെ വാദമുണ്ട് എന്നത് നിങ്ങൾ ഈ നാട് നീളെ നിങ്ങൾ പലരും പ്രചരിപ്പിച്ചില്ലേ. അത് പിടികൂടാൻ തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ തന്നെ വേണമെന്ന് പറഞ്ഞ് TP പ്രഖ്യാപിച്ചല്ലോ. ഖുറാഫികൾക്ക് അഭിമുഖം കൊടുത്തല്ലോ. എന്തേ ഇതൊക്കെ എന്തു ന്യായമാണ്? അത് പിടികൂടണം, അത് ജനങ്ങളെ അറിയിക്കണം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഈ സംവാദത്തിന് കാത്തിരുന്നതും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ ലക്ഷ്യത്തിലേക്ക് ഈ സംവാദം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തായിരുന്നാലും ഇബ്നു അബ്ബാസിന്റെ പേരിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, ഖുർത്തുബിയുടെ പേരിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. ഇത്രയേറെ സമയം ഞാനത് ചോദിച്ചിട്ടും സലഫി അത് പറഞ്ഞിട്ടുമില്ല. എന്താ ഞാൻ പറഞ്ഞ കളവ് എന്നുള്ളത്? മൂപ്പര് കൊണ്ടുവന്ന പഴയ നോട്ടിന് മറ്റോ എഴുതി കൊടുത്തൊരു പ്രയോഗമുണ്ട്. അത് വായിച്ചിട്ടാ കളവാണ്, ഒച്ചട്ടോടൊന്നും കളവാകൂല. അതുകൊണ്ട് എന്താ കളവ് പറഞ്ഞത് നിങ്ങൾ വായിച്ചോളി, ഞാൻ കാണിച്ചു തരാം. അതല്ലെങ്കിൽ നിങ്ങൾ പറയും ആ പറഞ്ഞു ശരിയല്ല, ഞാൻ ആരോപിച്ചതാണ്, കളവായിരുന്നു, ശരിയല്ലായിരുന്നു എന്ന് തുറന്ന് സമ്മതിച്ചോളി. ഒരു പ്രയാസമില്ല. നിന്നോട് സമ്മതിക്കാൻ പ്രയാസമുണ്ടോ? വേണ്ട. പക്ഷെ ഇനി സമൂഹത്തോട് പറയാതിരുന്നാൽ മതി. ആയത്ത് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞ് കാന്തപുരത്തിന്റെ വാതിൽ കെട്ടിയിട്ട് ഈ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താമെന്നാണ് നിങ്ങൾ വ്യാമോഹിച്ചത്. പക്ഷെ മുജാഹിദീങ്ങൾ തിരിച്ചറിഞ്ഞു. അതല്ല 40 400 4000 അല്ല, അതിനപ്പുറത്ത് മുജാഹിദുകൾ കൂട്ടം കൂട്ടമായി യദ്ഖുലുന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് അന്ന് പറഞ്ഞതുപോലെ ഇതാ കൂട്ടം കൂട്ടമായി തന്നെ വീടൊന്നാകെ യൂണിറ്റ് ഒന്നാകെ മാറുന്നു. അപ്പൊ മുസ്ലിയാര് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഞാൻ 10 ചോദിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ആദ്യത്തേത് സമ്മതിച്ചു, അത് സമ്മതിപ്പിക്കാൻ തന്നെയാ ചോദിച്ചത്. രണ്ടാമത്തെ അവസരത്തിൽ ഞാൻ ചോദിച്ചു, അതിന് മൂപ്പര് മറുപടി പറഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, അതിനും മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഇടവണ്ണ പരിപാടി ഉണ്ട് അവിടെ പറഞ്ഞോളാനാ. അവിടെ അല്ല ഇവിടെ പറയേണ്ടത്, ഇവിടെ തന്നെ പറയിപ്പിക്കും. എന്താ ഇടവണ്ണ പോയിട്ടാ പറയല്? ഇവിടുന്ന് ചോദിച്ചിന് ഇവിടെ പറയും. അവിടെ നുത്തുഫന്റെ പിന്നാലെ കൂടിയാ പോരെ. നുത്തുഫൊക്കെ വിട്ടളാ. നുത്തുഫ ഒന്നും ഇപ്പൊ സഹായത്തിന് ഉണ്ടാവൂല. എന്റെ പാസ്പോർട്ടും എന്റെ ആധാരവും നോക്കിയിട്ടൊന്നും കാര്യമല്ല. അത് നിങ്ങൾ കുറെ ആധാരം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അയിമ വെച്ചിട്ട് നമുക്ക് നോക്കാം ആധാരം ആരുതാ ശരി എന്നുള്ളതൊക്കെ. നിങ്ങൾ കുറെ അടിയാധാരത്തുമ്പോ കളിച്ചു നോക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് അവിടെ വെച്ച് നോക്കാം. ഇവിടുത്തെ ചോദ്യത്തിന് ഇവിടെ പറയാം. ഇവിടെ മുസ്ലിയാരോടുള്ള ചോദ്യം ശരിക്കും മനസ്സിലാക്കിക്കോ. അന്ന് ചോദിച്ച 3ാമത്തെ ചോദ്യം, ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്, ഏത് സ്വഹാബിയാണ് അങ്ങനെ മനസ്സിലാക്കിയത് എന്നാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? ഈ ആയത്തിൽ വസീലത്ത് ശിർക്ക് ഉണ്ട് എന്ന് ഏത് സ്വഹാബി മനസ്സിലാക്കി എന്ന ചോദ്യത്തിനാണ് ഏത് സ്വഹാബി പറഞ്ഞു എന്നല്ലേ പിടിച്ചോളൂ. ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ അന്ന് പറഞ്ഞ വാചകമാണ്. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് പറയുന്നു. ഇബ്നു അബ്ബാസ് എന്തെങ്കിലും പറഞ്ഞ് വായിച്ചിട്ട് കാര്യമുണ്ടോ മൗലിയാരെ? ഇബ്നു അബ്ബാസ് എന്തെങ്കിലും പറഞ്ഞത് വായിച്ചാൽ മതിയോ? നിങ്ങളോട് വായിക്കാൻ പറഞ്ഞതെന്താ? അതപ്പോഴും വായിക്കാൻ പറഞ്ഞത് കടുങ്ങനെ മുടിയടയാൻ പിടിച്ച മാതിരിയാ. പിടിച്ചോടത്ത് കിട്ടാതെ അങ്ങനെ പോകാൻ വിടൂല. അങ്ങനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കണം. ഇബ്നു അബ്ബാസ് ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് നിങ്ങൾ ഉണ്ട് പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് പറയുന്നു. എന്ത് മണ്ണാങ്കട്ടെ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ ഈ തോന്നിവാസം ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ചെയ്തത്. ഇബ്നു അബ്ബാസിന്റെ പേരിൽ കള്ളമാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള അസംബന്ധം, തെളിവില്ലാത്ത കാര്യം, അത് ഇബ്നു അബ്ബാസിന്റെ പേരിൽ വെച്ച് കെട്ടി തടി തപ്പാൻ ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അവസരവും സലഫി ചോദ്യം ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ട് എന്ത് കാര്യം? ഉത്തരണ്ടോ? ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്റെ ആ ചോദ്യത്തിന് ഇബ്നു അബ്ബാസ് ഇസ്തിയാനത്തും ബിൽ ജിന്ന് വസീലത്തു ശിർക്കാണെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതൊന്ന് വായിക്കണം.
ഞാൻ ചോദിക്കുമ്പോ വായിച്ചോളാം നേരത്തെ പറഞ്ഞു. ഇപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ ഇടവണ്ണ പറഞ്ഞോളാന്നാ. നിങ്ങൾ ഇടവണ്ണയും പറയില്ല. അള്ളാന്റെ ദുനിയാവെന്ന് പറയാൻ കയ്യൂല മുസ്ലിയാരെ, അതിന് നിങ്ങൾക്ക് കയ്യൂല. ഇസ്തിഹാനത്ത് പണ്ടത്തെ മൗലിയമാരെ പണി ഇസ്തിഹാസ, തവസ്സുല് ഇസ്തിഹാസ. ആ പണി നിർത്തണം. ഞങ്ങൾ ഇടവണ്ണയും പറയും, എല്ലാ സ്ഥലത്തും പറയും. അത് പറഞ്ഞിട്ടുമുണ്ട്. 120 മുഖാമുകൾ അൽഹംദുലില്ലാ ഞങ്ങൾ ഈ കൂട്ടായ്മ നടത്തി കഴിഞ്ഞു. എന്തേ നിങ്ങൾക്ക് അറിയാമല്ലോ നടക്കുന്നുണ്ടെന്ന്. അനസ് മുസ്ലിം എന്താ പറഞ്ഞത്? 10 മുഖാമുകൾ നടത്തിയാ പിന്നെ നിങ്ങളെ കാണൂലെന്നാ. ഞങ്ങൾ 4 നടത്തിയപ്പോ പിന്നെ മൂപ്പരെ കാണുന്നില്ല. അപ്പൊ എവിടെ മടവൂരി അനസ് പണ്ട് ചെയ്യുന്നു. സംഗതി എന്താ? കടപ്പുറത്ത് കെട്ടിച്ച പോലെയാ, മണം പോയതല്ല, ഓളതിന്റെ ഭാഗമായി മാറിയില്ല. അപ്പൊ ആ ശൈലോട് നിന്നോട്ടെ സലഫി, അവിടെ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് ഇബ്നു അബ്ബാസിനെ പേര് കളവ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാല് അവനാൻ പറഞ്ഞ കളവ് സത്യാവൂല. ഇബ്നു അബ്ബാസിനെ പേര് ഞാൻ പറഞ്ഞതെന്തോ എന്തേ വായിച്ച അവിടെ നിർത്തി, ബാക്കി നിങ്ങൾ ബാക്കി വായിക്കി. പിടിച്ചോ സഹാബിയെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയല്ലോ. എന്തേ ബാക്കി വായിക്കി? ഇബ്നു അബ്ബാസ് പറയുന്നു. എന്താ ബാക്കി വായിക്കാത്ത? ബാക്കി എന്താ ഞാൻ അങ്ങോട്ട് വായിക്കി. പറഞ്ഞാ പൊളിഞ്ഞു. നിങ്ങളെ ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറയപ്പോ അതാ പറഞ്ഞത്. നിങ്ങൾ അവിടെ നിർത്തി. പിടിച്ചോ സഹാബിയെ ഇബ്നു അബ്ബാസ് പറയുന്നു. എന്നിട്ട് എന്ത് മണ്ണാങ്കട്ടെ പറഞ്ഞത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞ മണ്ണാങ്കട്ടെ നിങ്ങൾക്ക് തോന്നും. ഇബ്നു അബ്ബാസ് പറഞ്ഞത് വല്ലാത്തൊരു വാക്കാ. അതുകൊണ്ടാണ് ഞങ്ങൾ വായിച്ചത്. എന്റെ ആ ഭാഗം ബാക്കി പറയുമ്പോൾ ഇടങ്ങാറ്. എന്തൊരു ഇടങ്ങാറ്. കൊല്ലിക്ക് പിടിച്ചു അവനാന്റെ കൊല്ലി കുടുങ്ങിയിട്ടായി പറയണത്. ഇതിപ്പോ മനസ്സിലായി. അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞ എന്താ? ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അതാരാ? അഹ്ലുൽ ഉസാത്താണ്, അഹ്ലുൽ ഈമാനാണ്, അഹ്ലുൽ തൗഹീദാണ് എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. എന്ന അടുത്ത വാചകം അതെന്തേ നിങ്ങൾ വായിക്കാത്തത്? അതെന്തേ പറയാത്തത്? അതിന് നിങ്ങൾ ഞാൻ ആധാരത്തിനും കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ വിചാരിച്ച പാസ്പോർട്ടിലേ കുഴപ്പമുള്ളൂന്നാ. ഇപ്പൊ എന്റെ ആധാരം നോക്കാൻ പോകണ്ടാന്ന്. അതിലും പ്രശ്നമുണ്ട്. അല്ലാഹു എത്തിങ്ങാന്റെ ഭൂമി എങ്ങാനും അവരുടെ പേര് ആക്കിക്കണം എനിക്കറിയില്ല. ഏതായിരുന്നാലും ശരി, അതുകൊണ്ടൊന്നും കാര്യമില്ല. നേരെ മറിച്ച് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കോഴിച്ചലയിൽ ഞാൻ എന്ത് വായിച്ചുവോ അത് 100% ഉണ്ട്. 100% ഞാൻ വായിക്കാത്തത് ഇപ്പൊ വരികൾക്കിടയിൽ വായിച്ചെടുത്ത് ഞാനത് പറഞ്ഞു എന്ന് വരുത്താനാ ശ്രമം. ഇല്ല സലഫി, ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ കോഴിച്ചനെ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ പിടിക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ ഒരു ചാന്ന് കിട്ടിയാൽ നിങ്ങൾ അതിനെ പൂരിപ്പിച്ച് എവിടേക്കും കൊണ്ടുപോകാൻ കഴിവുള്ളവനാണല്ലോ നിങ്ങൾ. അത് നിങ്ങളെ കഴിവന്നെയാണ് സമ്മതിച്ചതരാ. പക്ഷെ എന്റെ അങ്ങനെയൊക്കെ ഇടങ്ങാറായിട്ടും വിചിന്തനത്തിൽ പറഞ്ഞ ഈ ശുദ്ധമായ കളവ് വസിയത്തു ശിർക്ക് മാത്രമാണെന്ന് പറഞ്ഞ, ശിർക്കല്ലെന്ന് പറഞ്ഞു എന്ന ഈ ശുദ്ധമായ കളവ് നിങ്ങളും സമർത്ഥിക്കാൻ ആഗ്രഹിച്ചു വന്ന ആ കളവ് അതിനിപ്പോ ഇന്ന് വൈകുന്നേരം ഇടവണ്ണയും ഇത് പറയുന്ന കേട്ടപ്പോ അധികം പേജ റബ്ബേ ഞാൻ അവിടെയും പറയുണ്ടോ കുടുങ്ങിയല്ലോ ഈ ചങ്ങായിമാരെ കൊണ്ട്. രക്ഷല്ല സലഫി, തൗഹീദിക്ക് മടങ്ങി, പഴയ ആദർശത്തിക്ക് മടങ്ങി. KM മൗലവി പറഞ്ഞ, ഉമർ മൗലവി പറഞ്ഞ, കുഞ്ഞീദ് മദനി പഠിപ്പിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പഴമയിലേക്ക് ഫൽ ഉലമാ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജിഹി, ആ ഉലമാക്കളിലേക്ക് നിങ്ങളും വരി. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, ഇൽമുള്ള ആളുകൾക്കൊന്നും ഈ വിഷയത്തിൽ തർക്കമില്ല. ഇൽമില്ലാത്ത ഞങ്ങൾ കൂടി തർക്കമില്ല. പിന്നല്ലേ ഇൽമുള്ളവർക്ക് തർക്കമുണ്ടാവുക? അത് എല്ലാവരും അംഗീകരിച്ച വിഷയമാണ്. അതുകൊണ്ട് ഇപ്പൊ 4-ാമത്തേലും മുപ്പക്ക് ചോദ്യമില്ല. ഒരു ചോദ്യം ആദ്യം ചോദിച്ചു, അത് മൂപ്പർ അംഗീകരിപ്പിക്കാനാ ചോദിച്ചതാ. ആയിക്കോട്ടെ, അംഗീകരിച്ചല്ലോ. 2-ാമത്തെ ചോദ്യം ചോദിച്ചു, അതും പറഞ്ഞു. ഇനിയിപ്പൊ അതും അംഗീകരിച്ച പ്രയാസല്ലേ. അതുകൊണ്ട് അത് മറുപടി ആയിട്ടില്ല. അത് പഴയ ശൈലി, മൂപ്പരൊക്കെ പലർക്കും പഠിപ്പിച്ചു കൊടുത്ത ശൈലിയാ. അങ്ങനെ പറഞ്ഞാൽ മതി. മറുപടി ആയിട്ടില്ല എന്ന് പറയാൻ അത് സമാധാനത്തിൽ നല്ലതാ. പക്ഷെ അങ്ങനെ ഒപ്പുള്ള അനീഫ് അനസും വരപ്പോ ചിരിച്ചിട്ട് ഉച്ചക്ക് ചിരിച്ച ചെറിയല്ലപ്പ വരുന്നത്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇബ്നു അബ്ബാസിന്റെ പേരിൽ ഞാൻ എന്താണോ പറഞ്ഞത്, ഖുർത്തുബിയുടെ പേരിൽ ഞാൻ എന്താണോ പറഞ്ഞത്, അത് നിങ്ങളുണ്ട് പറഞ്ഞോളി. അതില്ലേ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. അല്ലാതെ വസിയത്തു ശിർക്ക് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല, അത് കളവാണ്. അത് ഞാനും പറഞ്ഞിട്ടില്ല ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന്, അത് എന്റെ പേരിലും കളവാണ്. അല്ലെങ്കിൽ വായിക്ക്, എന്റെ വായിച്ച് നിർത്തിയല്ലോ. സഹാബിയെ വേണോ പിടിച്ചോ ഇബ്നു അബ്ബാസ് പറയുന്നു എന്ന് പറഞ്ഞ് നിർത്തിയില്ലേ. നേരത്തെ കത്തബു വായിച്ച് നിർത്തിയ പോലെ തന്നെ ഇതാ കത്തബു ഇവിടെ ഉണ്ട്. എന്തേ ബാക്കി വായിക്കാഞ്ഞു? അതിൽ എന്താ ഉള്ളത്? എന്തേ പറയാഞ്ഞു? സൗദിയിലെ ഫത്വ ആരു ശൈഖിന്റെ ഫത്വ ഉണ്ട്. എന്താ ഉള്ളത് പറയാത്തത്? അതെത്രയേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ കാണിക്കപ്പെടുണ്ട്. ഞാൻ കേൾക്കണം വേഗം മൂപ്പത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ആ സമാധാനത്തെ അവിടെ ഇരിക്കാന്നല്ലാതെ മുജാഹിദീകളിൽ കിട്ടൂല. ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ശിർക്കായ ഇസ്തിആനത്തുണ്ട് ജിന്നിനോട്, വസിയത്തു ശിർക്കായ ഇസ്തിആനത്തുണ്ട്. ശിർക്കിലേക്ക് എത്തിക്കുന്നവ എല്ലാം ഹറാമാണ്. അതിൽ ആലിമീങ്ങൾക്ക് തർക്കമില്ല എന്ന് ഇഹ്യാഉൽ ഇസ്ലാമി പറയുന്നു. അതേപോലെ ലജ്നയും പറയുന്നു ഇസ്തിആനത്തും ബിൽ ജിന്നിൽ
വസിയത്തു ശിർക്കുണ്ട്. സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമ പറഞ്ഞില്ലേ? ആരാ പറയാത്തത്? എവിടെയാ പറയാത്തത്? എല്ലാരും പറഞ്ഞില്ലേ? അത് മൂപ്പർക്കും അറിയാം. അതുകൊണ്ട് അയിമക്ക് പോകാത്തത് മാത്രമല്ല, നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച എത്ര ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. നിങ്ങൾ ചേകഞ്ഞൊരു വെച്ച അർത്ഥം വെച്ചില്ലേ? സിഹിറിന്റെ ആയത്ത് കേവി കട്ടുമുറിച്ചത് ഞാൻ പറഞ്ഞില്ലേ? വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. അടുത്ത സംവാദം അതിലായിക്കോട്ടെ, അടുത്ത സംവാദം അതിലായിക്കോട്ടെ. നിങ്ങൾക്ക് അങ്ങനെ സംവാദം നടക്കണമെങ്കിൽ പൂതിണ്ടെങ്കിൽ ഇത് ശരിയായിട്ടില്ല, രണ്ടാമത് നടത്തണമെന്നാണോ? നമ്മൾ അതിലടുത്ത ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ആ വക പ്രയോഗമല്ല വേണ്ടത്. അൽഹംദുലില്ലാ അവ്വലം വ ആഖിറ. ഏതായിരുന്നാലും മൗലിയാര് കുടുങ്ങി എന്ന് ഇപ്പോഴും സമ്മതിച്ചു. ഇത്രയൊക്കെ സമ്മതിക്കുള്ള ഒരു മുസ്ലിയാര്. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ അപ്പുറഞ്ഞ് മൂപ്പരിരുന്ന് പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ ഇടവണ്ണ പോയിട്ട് പറയാന്നറിയും. ഇടവണ്ണല്ല, അള്ളാന്റെ ദുനിയാവിൽ നിങ്ങൾക്ക് പറയാൻ കഴിയൂല. പിന്നെ ഇബ്നു അബ്ബാസ് പറഞ്ഞ മുത്തായിട്ട് കാര്യമല്ല മൗലിയാരെ. നിങ്ങളോട് ചോദിച്ചതെന്താ? ഇസ്തിആനത്ത് വസീലത്തു ശിർക്കാണ് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഉദ്ധരിക്കാൻ പറ്റുമെന്നാ? അതാണ് ഉദ്ധരിക്കേണ്ടത്. അതിന് കഴിഞ്ഞിട്ടില്ല. 3 അവസരം ഞാൻ നൽകി. ഇനി ഞാനത് ചോദിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ആ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. പിന്നെ മൂപ്പര് മാർക്കറ്റ് ഉണ്ടാക്കുക 125 മുഖാമുഖം നടത്തി. അതാണ് ഒറ്റമൂലി മുസ്ലിയാർ എന്ന് ഞാൻ പറഞ്ഞത്. വേറെ ആരുമില്ല, ഞാൻ മാത്രം. നല്ല 125 ഇപ്പൊ 126 ഇനി ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ. അടുത്ത സംവാദത്തിന് വ്യവസ്ഥ എഴുതി, വ്യവസ്ഥ ഒന്നും വേണ്ടാന്നൊന്നും പറഞ്ഞു നടക്കണ്ട. വ്യവസ്ഥ വേണം. എന്തേ അബ്ദുറഹ്മാൻ സലഫിക്ക് നാസർ സുല്ലമിനേറ്റ ഒരു വ്യവസ്ഥ അത് വേറെ വേണം, മറ്റേ പന്നിപ്പാറയ്ക്ക് വേറെ വേണം. അബ്ദുറഹ്മാൻ സലഫിനേറ്റ ഒരു വ്യവസ്ഥ അത് മതി, ഇത് മതി. ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ച്, വ്യവസ്ഥ ഇല്ലാതെ ആണെങ്കിൽ അങ്ങനെയും നടത്താന്നുള്ളതൊക്കെ ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടുത്തത് നമുക്കൊരു വ്യവസ്ഥ ഇനി എഴുതാൻ പറ്റില്ലെങ്കിൽ ഞാൻ എഴുതി കൊടുത്തേക്കാം, അഭിപ്രായം എഴുതി കൊടുത്തേക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അവസാനത്തെ അവസരമാണ് ചോദ്യം ചോദിക്കാൻ. ഇമാം ഖുർത്തുബിയുടെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇമാം ഖുർത്തുബിയാണ്, ഞാൻ മുഫസ്സിറും പറഞ്ഞു, 3 മണിമണിയായി പറഞ്ഞു. സഹാബിയെ ചോദിച്ചു, സഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. ഇമാം ഖുർത്തുബി ആയത്തിന്റെ വിശദീകരണത്തിൽ ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കാണെന്ന് പറഞ്ഞു എന്നാണ് ഖുർത്തുബിയുടെ പേര് നിങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കുന്നത്. അത് കള്ളമാണ്, ദുർവ്യാഖ്യാനമാണ്. ഖുർത്തുബി തഫ്സീറിൽ നിന്ന് അദ്ദേഹം ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കാണ് എന്ന് പറഞ്ഞത് ഉദ്ധരിക്കാമോ? അതൊന്ന് വായിച്ച് അർത്ഥം പറയാമോ? അതാണ് എന്റെ അവസാനത്തെ ചോദ്യം. എന്റെ ആദ്യത്തെ ചോദ്യം 2 ചോദ്യവും നിങ്ങളുടെ ഹൽക്കിൽ പിടിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ചോദ്യം കണക്കിന് കൊണ്ടു. അത് ഇസ്തിംതായിനാണെന്ന് പറഞ്ഞ് തടി തപ്പാതെ അത് ഇസ്തിയാനത്തിനാണെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ ഉറപ്പിച്ചു. രണ്ടാമത്തെ എന്റെ ചോദ്യം, ഇസ്തിയാനത്തിന് ഇബ്നു അബ്ബാസ് ഇത് തെളിവാക്കിയത് എവിടെയാണ് മുസ്ലിയാരെ? വായിക്കണമെന്ന് പറഞ്ഞു. മുത്ത് പറഞ്ഞിട്ടുണ്ട്. മുത്തോ മുത്താറിയോ എന്നതല്ല തർക്കം. ഇസ്തിയാനത്ത് വസീലത്തു ശിർക്കാന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോന്നാ? അത് മുസ്ലിയാർക്ക് ഈ 3 സന്ദർഭത്തിലും തെളിയിക്കാൻ, തന്റെ പ്രസംഗത്തിലും തെളിയിക്കാൻ ഇനി ഇടവണ്ണയിൽ പ്രസംഗിച്ചാലും കഴിയില്ല. എന്റെ 4ാമത്തെ ചോദ്യം, ഖുർത്തുബി എവിടെയാണ് വസീലത്തു ശിർക്കാണെന്ന് തെളിവായി പറഞ്ഞത്? ഹലക്കനെ കൊണ്ടുവന്ന പണ്ടൊരാള് പറഞ്ഞു, ഓൻ കാലോണ്ട് ചവിട്ട്, ഞാൻ മൂന്നോണ്ട് തടുത്തു പറഞ്ഞു. സംഗതി 3 ചവിട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഹലക്കനാ പിടിച്ചത് എന്നാ. ആരെ ഹലക്കാന്ന് തോന്നുന്നു ഉറപ്പെടുത്തിക്കാണേ. ഇത് ജനങ്ങൾ കേൾക്കുന്ന സലഫ്, ഇത് നമ്മൾ മാത്രമല്ല കേൾക്കുന്നത്, ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. നീ CD ഇറങ്ങാനുള്ളതാ. ഇതൊക്കെ മനുഷ്യന്മാരെ കേൾക്കും, ആളുകൾ വരും. നമുക്കൊരു വേദന ഉണ്ട്. KNM സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളൊക്കെ ഈ കോലത്തിൽ ആയിപ്പോയി എന്നുള്ളത് നമുക്കൊരു വിഷമുണ്ട്. വെറുതെ അല്ല സിൻഡിക്കേറ്റിൽ അവിടെയൊക്കെ കുഴപ്പമുണ്ടായത്. പോട്ടെ, നമ്മൾ അതിനകത്ത് കൂടുന്നില്ല. അപ്പൊ ഏതായാലും 3ാമത്തെ എന്താ? ഇസ്തിആനത്തുൽ ജിന്ന് വസിയത്തു ശിർക്കാണ് എന്ന് ഖുർത്തുബി എവിടെ പറഞ്ഞു? അത് വായിക്കൂന്ന. ഖുർത്തുബി പറഞ്ഞിട്ടില്ല, പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഖുർത്തുബി പറഞ്ഞു, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെ പറഞ്ഞു? ഖുർത്തുബി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ എവിടെ പറഞ്ഞു? അതല്ലേ തെളിയിക്കേണ്ടത്? വസിയത്തു ശിർക്കാണ് ഇസ്തിആനത്തുൽ ജിന്ന് എന്ന് ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് എന്റെ പേരിൽ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു. ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് ഞാൻ ഈ കാലം വരെയും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത നിങ്ങൾ വെച്ച് ചോദിക്കുക. നിങ്ങൾ ചോദിക്കുക എളുപ്പമുണ്ടല്ലോ. ആ വക പണി നടക്കൂല സലഫ്. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് അത്ര ചോദിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. ഖുർത്തുബിയിൽ ഉണ്ട്. ഞങ്ങൾ എന്താണോ കോടിച്ചനെ വായിച്ചത് അത് ഞങ്ങൾ വായിച്ചൊക്കെ തെളിയിച്ചല്ല. എന്തേ എന്നാ വായിക്കുന്നു പറയാത്തത്? മൂപ്പർക്കറിയാം, ഇത് വായിക്കുന്നറിയാം. ആ ബേജാറാണ്. എന്നിട്ട് മൂപ്പരൊന്നുണ്ടാക്കി ഇത് ഖുർത്തുബിയിലുണ്ടോ? ആ ഖുർത്തുബിയില്ല. ഇനി നാളെ ചോദിക്കുക,
കതബഹു അബ്ദുറഹ്മാൻ, ലെജൻഡ് ഫത്വയിലുണ്ടോ? ഇല്ല നമ്മൾ പറയും. അതിലുണ്ടെന്ന് മൂപ്പരെ പറഞ്ഞിട്ടുള്ളൂ, നമ്മളാരും പറഞ്ഞിട്ടില്ല. ആ രൂപത്തിലാണല്ലോ അന്ന് അവതരിപ്പിച്ചത്. സൗദി അറേബ്യന് ഫത്വ വന്നു എന്ന പേരിലാണല്ലോ അവിടെ അവതരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഏതായിരുന്നാലും ഹലക്കിന് കൊണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വ്യവസ്ഥമാണ്, ഞാൻ എഴുതി കൊടുത്തേച്ചോളി, എഴുതി കൊടുത്തേച്ചോളി, ബാക്കി നമുക്ക് അപ്പം ആലോചിക്കാം. 125 മുഖാമുഖം ഞാൻ നടത്തിയെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ ഈ കൂട്ടായ്മ നടത്തിയതാ പറഞ്ഞത്. ചെവിക്ക് കുഴപ്പമുണ്ടോ നമുക്ക് അറിയില്ല. ഈ മാലിക് സലഫി പങ്കെടുത്തിട്ടുണ്ട്, ഈ ഫദുൽ ഹക്കുമരി പങ്കെടുത്തിട്ടുണ്ട്, ഈ മൂസ സലാഹി പങ്കെടുത്തിട്ടുണ്ട്, ഈ സുലഹി സലഫി പങ്കെടുത്തിട്ടുണ്ട്, ഈ ഇരിക്കുന്ന ഓരോരുത്തരും പങ്കെടുത്തിട്ടുണ്ട്, അല്ലാത്തവരും പങ്കെടുത്തിട്ടുണ്ട്. ഒറ്റമൂലിയാണെന്ന് അബ്ദുറഹ്മാൻ സലഫിനെ പറ്റി മൂപ്പർക്ക് അറിയാം. കാരണം എല്ലാം മൂപ്പര് പറയണം. KJ മൂപ്പർ തന്നെ, KNM മൂപ്പർ തന്നെ, ISM വേണോ വേണ്ട അതും മൂപ്പർ തീരുമാനിക്കണം, MGM വേണോ അതും മൂപ്പർ തീരുമാനിക്കണം. എല്ലാത്തിനും ഒറ്റമൂലി ഞാനാ തോന്നിയിട്ട് അത് ബഹളോന്റെ പേര് വെച്ചിട്ടിട്ട് കാര്യം. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല. ഞങ്ങൾ ആരും അത്ര വലിയ കേമന്മാരുമല്ല, വലിയ ഇൽമുള്ളതല്ല. അങ്ങനെ തോന്നലും ഞങ്ങൾക്കില്ല. അതേസമയം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. അപ്പൊ ഖുർത്തുബിയുടെ പേരിൽ ഞാൻ ഒരിക്കലും കോഴിച്ച സംഭവത്തിൽ വായിച്ചിട്ടില്ല വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിൽ ഉണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ കെട്ടിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം തന്നെ അപ്രസക്തം. അതേസമയം ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് ഞാൻ എന്താണോ വായിച്ചത് 100% എന്നാൽ എന്റെ പേരിൽ വിചിന്തനത്തിൽ നിങ്ങൾ ശുദ്ധമായ കളവെഴുതി വിട്ടത് ശിർക്കല്ല, വസിയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് എഴുതി വെച്ചത്, അത് വല്ലാത്തൊരു അപരാധമായി പോയി. തിരുത്താൻ ശ്രമിക്കണേ എന്ന സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഈ 5 അവസരങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ നമ്മൾ കേട്ടുവല്ലോ, കൃത്യമായി നമ്മൾ പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദുർവ്യാഖ്യാനങ്ങൾ എണ്ണി അദ്ദേഹത്തിന്റെയും കൂടെയുള്ളവരുടേതും നമ്മൾ പറഞ്ഞു. ഒരക്ഷരം മിണ്ടുന്നില്ല. അതിനെപ്പറ്റി വ്യവസ്ഥ ചെയ്ത സംവാദം നടത്താൻ ഞാൻ പറഞ്ഞു, അത് മൂപ്പര് കേട്ടിട്ടില്ല. കേട്ടായിടുങ്ങാറാണല്ലോ. അപ്പൊ നിങ്ങൾ വ്യവസ്ഥ ചെയ്ത് കൊടുത്തയക്കുമ്പോ അതും കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഞാൻ ഖുർത്തുബിയുടെ പേരിലോ ഇബ്നു അബ്ബാസിന്റെ പേരിലോ കളവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അബ്ദുറഹ്മാൻ സലഫിക്ക് പണ്ടേ അറിയാം. ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായി, അത് ബോധ്യമായി. അൽഹംദുലില്ലാ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി ഞാനങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് അത് പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് കോഴിച്ച സംവാദം സംഘടിപ്പിച്ച സംഘാടകൻ ഇപ്പുറത്തേക്ക് പോകുന്നത്, പന്നിപ്പാട് സംവാദം സംഘടിപ്പിച്ച വീടൊന്നാകെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതേപോലെ കീശ്ശേരി ശുക്കൂർ സലഫിക്ക് പരിചയമുള്ള ആളാണല്ലോ, അദ്ദേഹം ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ഇരിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരും എന്റെ ഈ ഭാഗത്തേക്ക് നിന്നത്, തല മുതിർന്ന മുഴുവൻ ആളുകളും. അവസാനം ഞാനും എന്റെ കെട്ടിയോളും ഒരു തട്ടാനം എന്ന് പറഞ്ഞ രൂപത്തിൽ മൂവർ സംഘം മാത്രം ബാക്കിയാകുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറുന്നുവല്ലോ. കരിവള്ളി പോലും തുറന്ന് പറഞ്ഞു. അതേപോലെ പണ്ഡിതന്മാർ ഓരോന്നായി തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി, ആർക്കും തൗഹീദ് പഴിച്ചിട്ടില്ല, ആരും ജിന്നിനെ വിളിക്കുന്നില്ല, തേടാമെന്ന് പറയുന്നില്ല, അത് ശിർക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അത് അൽഹംദുലില്ലാ. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ദിവസം ഇപ്പൊ ഇങ്ങനെ പത്രങ്ങളിലൂടെ അതേപോലെ അഭിമുഖങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം മാധ്യമം വരുമ്പോ തന്നെ സലഫിക്ക് ബേജാറാ, വല്ലതും ഉണ്ടാവോ മാധ്യമത്തിന് എന്ന പേടിയോടുകൂടിയാ സലഫി മാധ്യമത്തെ കാണുന്നത്. ഇതൊക്കെ റഹ്മാനായ റബ്ബ് ഈ ദീന് കൊണ്ട് കളിച്ചപ്പോ, തൗഹീദി പ്രസ്ഥാനം കൊണ്ട് കളിച്ചപ്പോ അതിന് റഹ്മാനായ റബ്ബ് നൽകുന്നതാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ സലഫി താങ്കൾക്ക് നല്ലത്. അതല്ല ഇനി അങ്ങനെ ഞാൻ ആ കളിയുമായി പോകുമെന്നാണെങ്കിൽ പോകാം, പക്ഷെ ആ പോക്ക് എവിടേക്കായിരിക്കുമെന്നത് നിങ്ങൾ ആലോചിക്കണമെന്ന് സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തത് ഫൈസൽ മുസ്ലിയാരാണ് ചോദ്യം ചോദിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കും. പരാമർശിക്കപ്പെട്ട വിഷയം അൻആം സൂറയിലെ ആയത്ത് ഇസ്തിആനത്തും ബിൽ ജിന്നിൽ 2 തരമുണ്ട് എന്നതിന് ഞാൻ തെളിവായി ഉദ്ധരിച്ചത് ദുർവ്യാഖ്യാനമാണ് എന്നാണല്ലോ. എങ്കിൽ അതിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് ഇസ്തിആനത്തും ബിൽ ജിന്നിലെ ശിർക്കായതിനെയും വസീലയായതിനെയും ഒക്കെ വേർതിരിച്ചുകൊണ്ട് 2 തരം ഇസ്തിആനത്തുണ്ട് എന്ന് ലോകത്ത് ഞാൻ മാത്രമല്ല പറഞ്ഞത്. സൗദി അറേബ്യയിലെ ഔഖാഫിന്റെ മന്ത്രിയായ സ്വാലിഹ് ആലു ഷെയ്ഖ് അദ്ദേഹം ഇതേ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു, ജിന്നിനുള്ള ഇസ്തിആനത്ത് ശിർക്കിലേക്കുള്ള വസീലയാണ്, വസിയത്തുനിലെ ശിർക്കാണ്. തെളിവെന്താ? കമാ ഖാല തആല വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന അൻആമിലെ ആയത്ത് വെച്ചിട്ട് ആലു ഷെയ്ഖ് ഇതേ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു, ജിന്നിനുള്ള സഹായത്തേട്ടത്തിന് വസിയത്തു ശിർക്കായ വകുപ്പുണ്ട്, ശിർക്കായതുമുണ്ട്, വസീലയായതുമുണ്ട്. ഞാൻ ദുർവ്യാഖ്യാനിച്ചെങ്കിൽ, ഞാൻ ജൂനിയർ കാന്തപുരമാണെങ്കിൽ, ഞാൻ ശിർക്കിന്റെ ആളാണെങ്കിൽ ഈ ആലു ഷെയ്ഖിനെ കുറിച്ചും നിങ്ങളത് പറയാൻ തയ്യാറുണ്ടോ? അദ്ദേഹം മുസ്ലിക്കാണോ? അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചോ? അദ്ദേഹം കാന്തപുരത്തിന്റെ ജൂനിയറാണോ? അദ്ദേഹത്തിന് നുത്ഫയിലും സംശയമുണ്ടെന്ന് പറയുമോ? നിങ്ങൾ പറയേണ്ടതുണ്ട്. അതാ ഒന്നാമത്തെ ചോദ്യം.
കാരണം ഞാൻ മാത്രമല്ല ഇത് പറഞ്ഞത്, ഇവിടുന്ന് അങ്ങോട്ട് ഇനി പിടിക്കാൻ നമ്മള് ഇതേ ഇബ്നു അബ്ബാസിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ടാ ഇബ്നു അബ്ബാസ് വരെ കൊണ്ട് ഞങ്ങൾ മുട്ടിക്കും ഓരോ ചോദ്യത്തിലും. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സൗദി അറേബ്യയിൽ ഔഖാഫിന്റെ മന്ത്രിയായ സ്വാലിഹ് അൽ ഷെയ്ഖ് പറയുന്നു, ഈ ആയത്ത് വെച്ചിട്ട് തന്നെ ഇസ്തിആനത്തും ബിൽ ജിന്ന് ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട് എന്ന് സ്വാലിഹ് അൽ ഷെയ്ഖ് പറയുന്നു. അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചുവോ, അദ്ദേഹത്തെ തള്ളുമോ, അതോ പണ്ട് സാലിസ് പറഞ്ഞ പോലെ തോട്ടിലേക്ക് എറിയുമോ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. അത് കൃത്യമായി പറയൂ. അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചു എന്നാണെങ്കിൽ ഓക്കെ, നിങ്ങളത് പറഞ്ഞാൽ മതി. അല്ല, അദ്ദേഹം പറഞ്ഞ ദുർവ്യാഖ്യാനല്ല, ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ ദുർവ്യാഖ്യാനുള്ളൂ എന്നാണോ എന്നാ അത് പറയൂ. ഇനി അതല്ല അങ്ങനെ ഉണ്ടോ എന്നാ അടുത്ത സമ്മേളനത്തിൽ അലു ഷെയ്ഖും വരണ്ട, മൂപ്പരി നമ്മൾ ഔട്ടാക്കി എന്നാണോ നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞാൻ അതിനു വേണ്ടി തെറ്റപ്പെട്ട് ചെലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം കൃത്യമാണ്. ഞാൻ ഈ പറഞ്ഞ അതേ ആശയം ഇസ്തിആനത്തും ബിൽ ജിന്നിനെ രണ്ടാക്കി തിരിക്കുകയും തെളിവായി ഈ ആയത്ത് ഉദ്ധരിക്കുകയും ചെയ്തു സ്വാലിഹ് അൽ ഷെയ്ഖ് ഹഫിദഹുല്ലാഹ്. അദ്ദേഹം ആ ചെയ്തത് ദുർവ്യാഖ്യാനമാണോ, അത് പുതിയ വാദമാണോ, അത് പുത്തൻ ആശയമാണോ, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, മുഫസ്സിറുകൾ പറയാത്ത, അഹ്ലുസുന്നക്കറിയാത്ത പുത്തൻ വാദമാണോ, അതോ വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി എന്ന് പറഞ്ഞ ആ അഹ്ലുൽ ഇൽമിൽ അദ്ദേഹവും പെട്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർക്കാർക്കും തർക്കമില്ല, ഞങ്ങൾക്കും തർക്കമില്ല, മുജാഹിദീങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ആകെ മൂവർ സംഘത്തിലെ തർക്കമുള്ളൂ. അതും തർക്കമുണ്ടായിട്ടല്ല, ഉണ്ടാക്കി തീർക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള